മറ്റേ ചപ്പിക്കുടിയൻ വാങ്ങിയത്. അങ്ങനെ വേറെ എന്താ പറയൂല, ഈമ്പിക്കുടിയൻ വാങ്ങിയ. ഈമ്പിക്കുടിയൻ നല്ലല്ലോ പറയും, ചപ്പിക്കുടിയൻ. അപ്പാപ്പൻ്റെ അടുത്ത് ആർമിയിൽ കളിക്കട്ടാ. അപ്പാപ്പൻ കട കൂട്ടി വന്ന് മേത്ത് കയറിയിരുന്ന് അതന്നെ ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ണിവാവ കളിക്കി. അവനോട് ആ പാട്ട് പാടിയാവുമ്പോ അപ്പൊ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഡാൻസ് കളിക്കും, ആക്ഷൻ കാണിക്കട്ടെ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞു, ലൈക്ക് പറഞ്ഞു, ലൈക്ക്. ചിരിക്കല് മാത്രമേ ഉള്ളൂ, വലിയ രസമൊന്നും ഇല്ലെന്ന് എന്നിട്ട് പറയാം. ഒരു പൊട്ട ദിവസമാന്ന് പറയാം. എന്നിട്ട് 2-3 ദിവസമായിട്ട് ഞങ്ങൾക്ക് പൊട്ട ദിവസം തന്നെയാണ്. അതന്നെ, വെള്ളമില്ല, വെട്ടമില്ല, വെളിച്ചമില്ല, പിള്ളേർ കിടന്ന് കാപ്പി നൊലോളി, ഭയങ്കര ബുദ്ധിമുട്ട്. കറണ്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം. കറണ്ട് പിന്നെയും പോട്ടെ, വെള്ളം ഇല്ലെങ്കിലോ അത് 2 പിള്ളേരും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അപ്പച്ചൻ വന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം വെള്ളം കോരിട്ട് തുണികൾ തുരുമ്പലും. ഞങ്ങൾക്ക് വെള്ളിയാഴ്ച രാത്രി കറണ്ട് പോയതുണ്ട്. അവർ ഇന്നലെ രാവിലെ തുടങ്ങി വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ പറയുന്നത് ശനിയാഴ്ചയും കറണ്ട് വരില്ലാന്ന്. ശനിയാഴ്ച വിളിച്ച് അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് വെള്ളമില്ല, ടാങ്കിൻ്റെ വെള്ളം പോയി, ഇൻവെർട്ടർ ഓഫായി, പിള്ളേർ കിടന്ന് ലോളി ബഹളം. രാത്രി അപ്പച്ചൻ കട പൂട്ടി വന്നിട്ട് രാത്രി വെള്ളം കോരി ഞങ്ങൾ 10:30-11 മണിയായപ്പോൾ ഞങ്ങൾക്കൊന്ന് കുളിക്കാൻ പറ്റുക. പിന്നെയാണെങ്കിൽ രാത്രി ഇവന് പാല് കൊടുക്കലുണ്ട്. പാല് കൊടുക്കാൻ പാല് കാഴ്ചാൻ പറ്റുക. അപ്പോൾ പാല് പിരിഞ്ഞു പോയി. എന്നിട്ട് ഒരു 11 മണിയായപ്പോൾ പോയി കടയിൽ പോയി കട തുറപ്പിച്ച് പാലെടുത്തുകൊണ്ട് ഇവന് കാഴ്ച പാല് കൊടുത്തു. പറയുന്നുണ്ട് വൈകുന്നേരം അമ്മയ്ക്ക്. അത് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം മഴയല്ല, അവരും പറഞ്ഞിട്ട് കാര്യമില്ല. 2 ദിവസമായി ഞങ്ങളെന്നാ വിളിച്ചെന്ന ലൈൻ മാറ്റണ കാര്യം ഒന്ന് പറഞ്ഞാൽ അതെങ്കിലും മാറ്റി കിട്ടും. അപ്പോൾ പറയണ ലൈൻ മാറ്റിയാലും കാര്യമില്ല, ആ ലൈനുകൾ മൊത്തം അവർ ഓഫാക്കിയിട്ടാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതും കഴിഞ്ഞു. പിന്നെ അടുത്ത വീട്ടിലൊക്കെ പോയിണൊന്ന്, അടുത്ത വീടുകളിൽ കറണ്ട് ഉണ്ട്, ആ ലൈനൊന്നും പോയിട്ടില്ല. അവിടെ പോയിന് ഇപ്പം ഒന്ന് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വന്നത്. ടോർച്ചൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇപ്പം ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോണേ. തുണികളൊക്കെ അങ്ങനെ അവിടെ കൂടി കിടക്കാണ്, ഒരു നിവൃത്തിയില്ല. മഴ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒന്നിന് പിറകെ ആയിട്ട് മഴ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിന് പിറകെ ഓരോ ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 2-3 ദിവസമായിട്ട് ഒരു സ്വസ്ഥത എന്ന് പറയുന്നത് ഇല്ല. ഒന്നിലുണ്ടായത് തന്നെ പകുതി പണിയെടുക്കും. വെട്ടം വിളിച്ചില്ല, ഒന്നുമില്ല. ആദമാവേടെ നിങ്ങൾ ഉറക്കം ഫാനിട്ട് AC ഇട്ടാലേ അവന് ഉറങ്ങാറുള്ളൂ. ശനിയാഴ്ച വൈകുന്നേരം ഫാനും മാത്രം ഇട്ടിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഇന്നലെ എനിക്ക് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് നേരം വെളുത്ത് എനിക്കിരുന്ന് വാശി പിടിച്ചപ്പോൾ താഴത്തിറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ഒരു പണി നടക്കണില്ല, ഇവൻ താഴത്തിറങ്ങണില്ല. ഇന്നലെ അമ്മച്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വെല്ലുമിച്ചി വന്നിട്ടുണ്ടായി. വെല്ലുമിച്ചി വന്ന ദിവസം വളരെ തരാം ഓരോ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ദിവസം നോക്കിയപ്പോൾ നല്ല ദിവസം കണ്ണ് കണ്ടേ. കറണ്ടില്ല, എന്നാലും അവള് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് രാത്രിയാവോളം നിന്നിട്ടാണ് പോയി. വെല്ലുമിച്ചിയും കുറച്ച് വെള്ളമൊക്കെ കോരി തന്നിട്ടാണ് വെല്ലുമിച്ചി പോയേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ തികയാതെ നമ്മൾ അപ്പച്ചൻ വന്ന് അപ്പച്ചൻ കോരണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടാ. അമ്മച്ചിക്ക് വെള്ളമൊക്കെ കോരി കഴിഞ്ഞാൽ നീർക്കെട്ട് വരും. അപ്പോൾ പിന്നെ അമ്മച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. അപ്പം അതിന് ഭേദം അപ്പച്ചൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യുന്നത് നല്ലതെന്ന് വെച്ചിട്ട് അപ്പച്ചൻ എന്നാലും അമ്മച്ചിക്ക് ഒരു ചെറിയ ബക്കറ്റ് എടുക്കുമ്പോഴേ നമ്മുടെ അന്തരീക്ഷം ഇപ്പൊ മഴയ്ക്ക് ശമനമായിണ്ട്. ഞങ്ങളുടെ താഴത്ത് തോടൊക്കെ ഉണ്ട് കേട്ടോ. തോട്ടിൽ നല്ലോണം വെള്ളം വന്ന് മീൻ പിടിച്ച് ഞങ്ങളുടെ അനിയൻ മീൻ പിടിച്ച് കുറെ മീൻ കിട്ടി. ഞങ്ങൾക്ക് മീനൊക്കെ തന്നിട്ട് നല്ല വലിയ കുറുവകളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ചെറുതായിരിക്കുമ്പോ ഒക്കെ പോയി പിടിക്കാറുണ്ട്. ഇപ്പൊ പിന്നെ സമയമില്ല, പിന്നെ ഇൻട്രസ്റ്റും ഇല്ല അതിന് വേണ്ടിട്ട്. മാങ്ങ പച്ചമാങ്ങയില്ലേ, ഈ മാങ്ങേനെ ചെത്തി ഉപ്പ് തിരുമ്മി അച്ചാറിടാൻ വേണ്ടിട്ട് വെച്ചേക്കണ്ട. ചെപ്പിലിട്ട് അച്ചാറുണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കണം. നീ ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ണിവാവ കളിക്ക്. അപ്പൊ അതും മതിനല്ലേ. അവനോട് ആ പാട്ട് പാടിയാവോ അപ്പൊ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഡാൻസ് കളിക്കും, ആക്ഷൻ കാണിക്കട്ടെ. ഉണ്ണിവാവന്നൊക്കെ ഇങ്ങനെ കാണിക്കവേ. പിന്നെ പാട്ട് പാടും, ജുമ്മ പാടിക്കൊണ്ടിരിക്കും. പാട് ഇപ്പൊ ഒന്നും പാടുന്നില്ല, മൂട് ശരിയല്ല. ചില നേരം ഉണ്ടായിന്, ചില നേരം അത് ആളെ കൊല്ലും, ബാധ കാരണമല്ല. ഇപ്പൊ ഈ കൊടമ്പ പണിതിരിക്കാതാണ്. അതും ജുമ്മ 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 പാട് പാട് ഉണ്ണിവാവ കളിക്ക്. ജുമ്മാട് പറഞ്ഞേ. കാലടുത്ത് വെള്ളം ഞാൻ അപ്പച്ചനെ കൊണ്ട് എടുത്ത് വെപ്പിക്കാറ്.
ഇന്നിപ്പോ അപ്പച്ചൻ പാല് പിടിക്കാൻ പോലും കഴിഞ്ഞപ്പോ കടയിൽ പോണ്ട നേരം വൈകി. അപ്പൊ ആള് വേഗം പോയി. അപ്പൊ ഞാനെടുത്ത വെള്ളം സ്റ്റൗമേക്ക് വെച്ചു. പക്ഷെ എനിക്കത് എടുക്കുമ്പോ അത് പ്രശ്നം ആദ്യം ബേബിനെ വരെ സത്യത്തിൽ എടുക്കാൻ പറ്റില്ല. അഡ്ജസ്റ്റ്മെന്റിലൊക്കെ എടുത്ത് പോണ ജാതികളുടെ കടക്കൊക്കെ വെള്ളമായി തുടങ്ങിട്ടാ. ഇതിന് തോട്ടില് വെള്ളമായിട്ടുണ്ടല്ലേ. തോട്ടിൽ ഒരുപാട് വെള്ളം മുക്കാലോളം വെള്ളമായി. പിടിപിടുന്ന് വെള്ളം കൂടണം. വെള്ളപ്പൊക്കം വരഞ്ഞി ഇവിടെ പറയാൻ പറ്റില്ലേട്ടാ. ഇവിടെ വെള്ളം കയറാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറും. ഞങ്ങക്ക് മീനുണ്ട് നമുക്ക് തന്നത് തോട്ടീന്ന് പിടിച്ചിട്ട്. ചാലുമീൻ എന്നിട്ട് പറയുന്നത് ചാലുമീൻ. അങ്ങനെ ഇറക്കണ്ട പൊക്കി പിടിച്ചത്. ഇതിനെ നന്നാക്കി കറി വെക്കണം. ഒരു ഇരുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത പ്രശ്നമാണ്. ഫുള്ള് ഇരുട്ടാണ്. ലൈറ്റ് ഇടാൻ പറ്റണില്ല. തിരി കത്തിച്ച് ഇന്നലെ ഫുള്ള് തിരി കത്തിക്കലായിരുന്നു. ഇൻവെർട്ടർ ഓഫ് ആയി പോയൊക്കെ പോയേക്കും. ഇത് മറ്റേ ചപ്പിക്കുടിയൻ വാങ്ങിയത്. ഇങ്ങനെ വേറെ എന്തോ പറയില്ല. ഈമ്പിക്കുടിയൻ വാങ്ങിയ. ഈമ്പിക്കുടിയൻ എന്നല്ലല്ലോ പറയാ, ചപ്പിക്കുടിയൻ തന്നെ പറയാ. ഈ പ്രാവശ്യം ഈ മാങ്ങ തിന്നല്ല കേട്ടോ. കോമാങ്ങ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ചപ്പിക്കുടിയൻ നമ്മള് പറയാറ്. ഇത് മറ്റേ മാമ്പഴ പുളിശ്ശേരി മാങ്ങ, നാട്ടുമാങ്ങ. നല്ല മധുരം കേട്ടാ. നാട്ടുമാങ്ങ ഇന്നലെ വെല്ലുമിച്ച് വന്നപ്പോ കൊണ്ടുവന്നല്ല. കറണ്ട് വന്നുട്ടോ നമ്മുടെ. അതാണ് ഒരു വെളിച്ചപ്പോ ഇവിടെ കാണുന്നത്. ഇതിപ്പോ വന്നിട്ടുള്ളൂ. 3ാമത്തെ ദിവസം കറണ്ട് വന്നത്. ഞങ്ങൾ അവരെ വിളിച്ച് അവർക്ക് മതി. ഞങ്ങളുടെ സൗണ്ട് കേട്ട് അവർക്ക് മതിയായി. അവര് കാക്കകള് ഫുള്ള് കറച്ചിലാണ്. വെല്ലുമിച്ചതേ അപ്പഴേ കണ്ടാ ചക്ക വറുത്ത് കൊണ്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, 2 പിള്ളേർക്ക് വേണ്ടിയിട്ടാ. നമ്മുടെ ആദം ബേബിക്കും ഹസിക്കൂട്ടനും വേണ്ടിയിട്ട് കൊണ്ടുവന്നതാ. അപ്പൊ ഞാൻ വെറുതെ കുറച്ചെടുത്ത് തിന്നാൻ വെച്ചു. പിന്നെ ഇതെന്ത് വറുത്തു? നെയ്യപ്പം തന്നെയല്ലേ നിങ്ങളുടെ അവിടെ എല്ലാവരും പറയാ. വേറെ എന്തെങ്കിലും പറയണേ നിങ്ങൾ കമന്റ് ചെയ്തോട്ടോ. ഞങ്ങൾ ഇതിനെ നെയ്യപ്പം എന്നാ പറയാം. ഇതും ഞാൻ തിന്നു. ഒരെണ്ണം ബാലൻസ് വെച്ചതാ. എല്ലാവരും മഴയൊക്കെ ഇങ്ങനെയുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ടാവും. മിക്ക സ്ഥലങ്ങളിലും മഴയുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. ഒരു മഴ കഴിയുമ്പോൾ അടുത്ത മഴ ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കണേ. നമ്മുടെ ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ. ആ തോട്ടില് വെള്ളം ഒരു 3/4 ആയിട്ടുണ്ട്. ഞാൻ പോയി നോക്കിയതല്ല, അമ്മച്ചി പോയപ്പോൾ പറഞ്ഞതാണ് അവിടെ വെള്ളമായിട്ടുണ്ടെന്ന്. ആ തോട് നിറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി വന്ന് നമ്മുടെ പാടത്തേക്കൊക്കെ വെള്ളം വരും. പാടത്തുനിന്ന് വീട്ടിലേക്ക് വെള്ളം വരും. അങ്ങനെ വെള്ളം വീട്ടിലേക്ക് കയറാറ്. അതിന് വെള്ളപ്പൊക്കൊന്നും വരലേന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ ദൈവമേ, ആ ഒരവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. ബിസ്ക്കറ്റ് തിന്നോ? ബിസ്ക്കറ്റ് കൊച്ചിനിട്ടുള്ള ബിസ്ക്കറ്റ്. കണ്ടോ അമ്മച്ചി പറഞ്ഞിട്ടെന്താ കാര്യം? കുറവല്ലാന്ന് അറിയണവരോട് കുറവല്ലാന്ന് പറഞ്ഞില്ലേ. അപ്പച്ചൻ വിചാരിച്ചേ ഞാൻ വീട്ടിലേക്ക് ഫോൺ വിളിക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇതില് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അമ്മച്ചി തിരുമ്പി വെച്ചേക്കണം. ഇതെന്ത് ഇങ്ങനെ കറി വെച്ചേക്കണേ? ഇത് മീൻ കറി. ഇതെന്ത് മീനാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞോളൂ. അമ്മച്ചി ഇതിനെ പറയുന്നത് കുറുവാന്നാ. അവിടുത്തെ അപ്പച്ചൻ പറയുന്നത് മറ്റേ വീതി ഉണ്ടാവാറുണ്ട്. ശരിക്കും ഒറിജിനൽ കുറുവല്ല അത്. ഈ ഡെലീഷ്മോനോട് ചോദിച്ചറിയാം എന്നിട്ടാണ് സാധനം. ആള് മേടിച്ചിട്ട് ആളിപ്പോ എന്നിട്ട് മീനെ വാങ്ങിക്കണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഈ മീൻ കറി വെക്കണെങ്കിലും ടേസ്റ്റ് വറക്കണ്ടായിരിക്കും. അപ്പൊ മോൾക്കത് വറുത്താ പോലെ എന്നിട്ട് വെക്കണേ. ഇത് കറി ഓർഡർ ഉണ്ടല്ലോ അല്ലേ. പിന്നെ കൊളസ്ട്രോള് കൂടില്ലേ. അപ്പാപ്പന്റെ അടുത്ത് അതിൻ്റെ കളിക്കേട്ടാ. അപ്പാപ്പൻ കടപൂട്ടി വന്ന് മേത്ത് കയറി ഇരുന്ന് അതന്നെ. അത് ചെണ്ടല്ലത്. അതായത് ഒരു കോള് വന്നപ്പച്ചല്ലേ ഞാൻ ആ ഫോൺ കൊടുക്കാൻ വേണ്ടി വന്നത്. ആ ഫോൺ മരിക്കാൻ അപ്പാപ്പന്റെ പിന്നാലെ പോന്നു. ഉമ്മ കൊടുത്തേ. നമുക്കണ്ട ഫോൺ അവൻ കൈയടക്കി.
ഫോൺ വിളിച്ചേ ഹലോ എന്ന് പറഞ്ഞേ. ഹലോ പറയ്, ഹലോ. ആരും വിളിക്കരുതട്ടെ നീന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.